ഗൈസ്, ഇന്ന് ആയിൻ്റെ ബർത്ത്ഡേ അല്ല സോറി പിറന്നാളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അമ്പലത്തിലേക്കൊക്കെ വേണ്ടി വന്നതാണ്. അപ്പം ഒരു അമ്പലത്തിൽ പോയി കുനിയിൽ, അവിടെ പോയി കഴിഞ്ഞ് നന്ദീനെ കണ്ട്. അപ്പോൾ ആയു രാവിലെ തന്നെ എണീറ്റപ്പോൾ നല്ല ഉഷാറിലായിരുന്നു. കാരണം ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നന്ദീനെ കാണാൻ പോകണം ഓക്കെ അല്ലേ, നന്ദീനെ കാണാൻ പോകണമെന്ന്. അപ്പം അങ്ങനെ ഭയങ്കര രാവിലെ എണീറ്റിട്ട് ഭയങ്കര ഉഷാറായിരുന്നു കേട്ടോ. അങ്ങനെ കഴിഞ്ഞ് നമ്മൾ അവിടെ തൊഴുത് നന്ദിനെയൊക്കെ കണ്ട് നമ്മൾ കോട്ടോയിലേക്ക് വന്ന കേട്ടോ. കോട്ടോയിൽ നമ്മൾ ഒറ്റ നേർച്ച ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രസാദം കേട്ടോ ആയി ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പമാണ് ഇവിടുത്തെ പ്രസാദം. ആവിൻ്റെ പെരുന്നാൾ ചൊവ്വാഴ്ച ആയതുകൊണ്ടാണ് കേട്ടോ നമ്മൾ അമ്പലത്തിൽ പോയി. അല്ലെങ്കിലും അമ്പലത്തിൽ പോവും, പക്ഷേ എങ്കിലും കുറച്ച് നേർച്ചകളും വഴിപാടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സാധാരണ ചൊവ്വാഴ്ച വരുന്നത് ദോഷമാണെന്നൊക്കെയാണ് പറയുന്നത് പണ്ടുള്ളവർ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പം ഇങ്ങനെ നേർച്ചയല്ല വഴിപാടൊക്കെ കഴിച്ചത് കേട്ടോ. അങ്ങനെ നമ്മൾ 3 അമ്പലത്തിൽ പോയി. ഫസ്റ്റ് കരിങ്കാളികാവിൽ പോയി, പിന്നെ അതിന് ശേഷം കോട്ടോയിലും കുനിയിലൊക്കെയാണ് പോയത്. കോട്ടയിലും കുനിയിലൊക്കെ എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് വെള്ളനൂർ ഭാഗത്താണ് കേട്ടോ. അപ്പോൾ അവിടേക്കായിരുന്നു പോയത്. ഞാനിപ്പം എത്രയോ കൊല്ലങ്ങൾക്ക് ശേഷമാണ് കേട്ടോ കുനിയിലേക്കൊക്കെ പോകുന്നത്. സാധാരണ ഞാനൊരു 10th പഠിക്കുന്ന സമയത്ത് മാമൻ്റെ വീട്ടിൽ പോയി കൂടുന്ന സമയത്ത് ഞാനും മാമനും കസിൻസും എല്ലാവരും കൂടി പോവലുണ്ടായിരുന്നു കേട്ടോ അമ്പലത്തിൽ. അന്ന് നന്ദി എന്ന് പറഞ്ഞ ഒരു കാളുണ്ട് അവിടെ. അതൊരു ചെറുതായിരുന്നു. ചെറുതെന്ന് പറഞ്ഞാൽ ഒരു മീഡിയം സൈസൊക്കെ ആയിരുന്നു കേട്ടോ. ഇപ്പോൾ അതിനെ കണ്ടിട്ട് പേടിയാവും, അത്രയ്ക്കും സൈസൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുറേ കൊല്ലത്തിന് ശേഷമാണ് ഇപ്പോൾ പോകുന്നതെന്നാണ് പറയുന്നത്. പിന്നെ കോട്ടോയിലാണെങ്കിൽ ഉത്സവത്തിന് പറ്റുന്ന പോലെ എല്ലാ കൊല്ലം പോവലുണ്ട് കേട്ടോ. കോട്ടോയിലേക്ക് പിന്നെയും പോകലുണ്ട്, പക്ഷേ എങ്കിൽ നമ്മൾ കുനിയിലമ്പലം കുറവാണ് പോകുന്നത്. ഉത്സവത്തിൻ്റെ സമയത്ത് കോട്ടോയിൽ തൊഴുതു പോരുക അല്ലാതെ കുനിയിലേക്ക് അങ്ങനെ പോവില്ല. അപ്പോൾ നമ്മൾ കുനിയിൽ പാൽപ്പായസമായിരുന്നു കഴിപ്പിച്ചിരുന്നത് അതിൻ്റെ പേരിൽ. പിന്നെ അതേമാതിരി കോട്ടോയിൽ ഒറ്റിന് ഒരപ്പം, നമ്മൾ ഈ കുക്കറപ്പം മാതിരിയുള്ള അപ്പല്ലേ, അങ്ങനത്തെ ഒരു അപ്പമായിരുന്നു കേട്ടോ അവിടുത്തെ പ്രസാദം. അങ്ങനെ ഞങ്ങൾ പോരുന്ന വഴി മാമനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടേക്കൊന്നും കയറിയില്ല, സമയമില്ലാത്തതിനോണ്ട്. അമ്പലത്തിൽ നിന്ന് ലേറ്റായിരുന്നു. ഒരു 9:30-10 മണീൻ്റെ ആ ഒരു ഉള്ളിലാണ് ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ. കാരണം കുറച്ച് ലേറ്റായി. ഞങ്ങൾ പിന്നെ വയലിൽ കുറച്ചൊക്കെ നേരം നോക്കി. അന്നേരമാണ് മാമന് ആ വഴി പാസ് ചെയ്ത് പോകുന്നത് കേട്ടോ. അപ്പോൾ മാമനോട് കുറച്ച് നേരമൊക്കെ വർത്താനം പറഞ്ഞ് നിന്ന് വെയിലായതുകൊണ്ട് വേഗം വീട്ടിലേക്ക് തന്നെ തിരിച്ചു കേട്ടോ. അങ്ങനെ വീട്ടിലെത്തി നമ്മൾ സദ്യ ഉണ്ടാക്കാനായിരുന്നു വിചാരിച്ചത്. അപ്പോൾ വീട്ടിലെത്തി നമ്മൾ ചായ ഒന്നും കുടിച്ചില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ചായയൊക്കെ കുടിച്ചു. ഉപ്പുമാവായിരുന്നു ഉണ്ടായിനെ. പിന്നെ സദ്യേൻ്റെ പരിപാടിയും ഉണ്ടാക്കിനെ. പിന്നെ അതിൻ്റെ ഇടയിൽ വാവട്ടനും കുട്ടനൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ അതിനെ വീഡിയോ കോള്. അതാട്ടോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു ഉച്ച ആയ സമയത്ത് ഫുഡ് കഴിക്കാനായിട്ടോ എൻ്റെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. അച്ഛന് ബർത്ത്ഡേൻ്റെ അന്ന് വരാൻ പറ്റാത്തതിനോണ്ട് പിറന്നാളിൻ്റെ അന്ന് വന്നാട്ടോ. അങ്ങനെ മുകളിൽ നിന്ന് ആദ്യം അച്ഛനും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേമാതിരി ഇൻട്രൂവിനെ ഞാൻ കൂട്ടി. ഇൻട്രൂ വീട്ടിലേക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഓളെ നേരെ വീട്ടിലേക്ക് കൂട്ടി. ഹാപ്പി ബർത്ത്ഡേ അല്ല, പിറന്നാള്. ഹാപ്പി ബർത്ത്ഡേ ടു യു എങ്ങനെയാ വേണ്ടേ? എങ്ങനെയാ ബർത്ത്ഡേ വേണ്ടേ പറഞ്ഞോണ്ടാ? കേക്ക് വേണ്ട? എന്താ തിന്നുന്നേ? ഓനോട് എന്താ തിന്നുന്ന? പുളി. ഉപ്പേരി വേണ്ട.
അതിലൊക്കെ വേണേ വേണ്ട. അങ്ങനെ എല്ലാ മക്കളും ഇരുന്നു. ഫസ്റ്റ് ട്രിപ്പ് അച്ഛനും മക്കളും ഒക്കെ ആയിട്ട് ഇരുന്നത്. അങ്ങനെ ആദിക്കും അച്ഛനും കുറച്ച് മടിയാട്ടോ ഈ പച്ചക്കറിയൊക്കെ കഴിക്കാൻ. അവരന്ന് വന്ന് കുടുങ്ങി. കാരണം എന്നെ പേടിച്ചിട്ട് കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ടോ. അച്ഛന് ഞാൻ ഉരുളാക്കി ഒക്കെ തിന്നിട്ടോ എണീക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒറ്റയ്ക്കൊക്കെ തിന്ന്. പിന്നെ ആയുവിന് എന്തൊക്കെ പറഞ്ഞാലും കാര്യമില്ല. അതിന് എന്തായാലും വാരി കൊടുത്താലോ അവൻ കഴിക്കുള്ളൂ. ഒറ്റയ്ക്ക് കഴിക്കുകയാണെങ്കിൽ അങ്ങനെയൊന്നും കഴിക്കില്ല. അന്ന് പിന്നെ പുളിയിഞ്ചി ഉണ്ടായതിനോട് അത് പിന്നെ തോണ്ടി തിന്ന് അല്ലാതെ ചോറൊന്നും കഴിച്ചില്ല. പിന്നെ രണ്ടാമത് ഞാൻ വാരി കൊടുത്തതാണ് കേട്ടോ അതിന്. പിന്നെ പായസം ഉണ്ടായിരുന്നു. പായസം സേമിയാണ് കേട്ടോ വെച്ചത്. സേമിയൊക്കെ വെച്ച് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞേരം ഞങ്ങൾ ഇങ്ങനെ വെറുതെ ആരും ഇങ്ങനെ പറയലുണ്ടായിരുന്നു കേട്ടോ ബീച്ചിൽ പോവാന്ന്. അപ്പോൾ കുട്ടനും വാവട്ടനൊക്കെ പോയിട്ട് കുറേ ആയല്ലോ. അതിന് ശേഷം അങ്ങനെ ബീച്ചിലേക്കൊന്നും പോയില്ല. പുറത്തേക്ക് പോകാത്തതിനോണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വീട്ടിൽ 2 കാറും ഉണ്ടായിരുന്നു. അങ്ങനെ ഡ്രൈവറെ കിട്ടാനായിരുന്നു പ്രയാസം. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് ഏതായാലും പോവാന്നൊക്കെ തീരുമാനിച്ച് നമുക്ക് വണ്ടി കിട്ടി. അച്ചേട്ടനെ ഡ്രൈവറായിട്ട് കിട്ടിയിരുന്നു കേട്ടോ. അച്ചേട്ടനും കുമരനും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ബീച്ചിലേക്ക് പോവാട്ടോ. ആയു കാറ് കയറിയിട്ട് ബീച്ചിലെത്താഞ്ഞിട്ട് ഇങ്ങനെ കരയാട്ടോ. ഏടെ നോക്കി നിൽക്കുക. എത്തിയോ എന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ പോകുന്ന വഴി. അപ്പോൾ എത്തിയില്ല ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുക. അതിൽ എത്തിയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ബീച്ച് കണ്ട സമയത്ത്. കാരണം കുറേ കാലത്തിന് ശേഷമാണല്ലോ പോകുന്നത്. പിന്നെ അതിന് എക്സ്ട്രാ ഡ്രസ്സൊക്കെ എടുത്ത് കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം വെള്ളം കണ്ടാൽ എന്തായാലും കിട്ടൂല എന്നറിയാം. കടലിലേക്ക് അങ്ങനെ കളിക്കാൻ ഇറങ്ങും. അതുകൊണ്ട് അതിന് ഡ്രസ്സൊക്കെ എടുത്ത് കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങോട്ട് വാ. അത്ര അങ്ങനെ ഓടല്ലേ. ഗൈസ് അങ്ങനെ ഞങ്ങൾ രാത്രി ആയ സമയത്ത് ബീച്ചിലേക്ക് പോകാട്ടോ. അതിന് ഭയങ്കര ഇഷ്ടമാണ്. കുറേ കാലം ഇങ്ങോട്ട് വന്നിട്ട് ബീച്ചിലേക്കൊക്കെ വന്നിട്ട് അപ്പം പെരുന്നാളിന് ഒരു ദിവസം അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. എന്ന് പറ ഇതൊക്കെ കൊണ്ടുപോയി വീട്ടിലൊക്കെ കൊണ്ടുപോയി തിന്നു. അങ്ങനെ കുറേ നേരം അവിടെ നിന്ന് സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ വീട്ടിലേക്ക് പോരുന്നത്. അവിടെ നിന്ന് കണ്ട സാധനങ്ങൾ മൊത്തമായി വാങ്ങി കൂട്ടിയിരുന്നു. അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കച്ചറയായിരുന്നു കേട്ടോ. പിന്നെ 1-2 സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് ഫുഡ് കഴിക്കാനായിരുന്നു കേട്ടോ. പിന്നെ അതിന് വിജയദശമീൻ്റെ നോൽമ്പുണ്ടായതുകൊണ്ട് നോൺ വെജ് ഒന്നും കഴിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ കയറിയ ഹോട്ടലിൽ വെജ് ആയിട്ടോ ഒന്നും ഇല്ലായിരുന്നു. അപ്പം നമ്മൾ അവിടെ കയറി കുത്തിരുന്നു എന്നല്ലാതെ ഫുഡൊന്നും കിട്ടിയില്ല. ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തന്നെ പോകുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ പെരുന്നാളിൻ്റെ വ്ലോഗ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.